നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ പെൺപോര് ചർച്ചയായത്. അമ്മയുടെ 17-അംഗ എക്സിക്യൂട്ടീവിലെ പെൺപടയിൽപ്പെട്ട നീന കുറുപ്പിനെതിരെ ശക്തമായ ഭാഷയിലാണ് ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിച്ചത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അമ്മയുടെ കുടുംബ സംഗമത്തിലെ പരിപാടികളെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. ഗതി കിട്ടാതെ നരകിച്ചു ചാകും, പുഴുത്തു ചാകും എന്ന് തുടങ്ങിയ ശാപവാക്കുകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നിറഞ്ഞ ഓഡിയോ സന്ദേശങ്ങളാണ് ലക്ഷ്മിപ്രിയ ആഭ്യന്തര ഗ്രൂപ്പിലിട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന കുടുംബ സംഗമത്തിനിടെ ലക്ഷ്മിപ്രിയ കോർഡിനേറ്റ് ചെയ്ത പ്രോഗ്രാമിൽ ഒരു കുട്ടിയെ സ്റ്റേജിൽ കയറാൻ നീന അനുവദിച്ചില്ല എന്ന തർക്കമാണ് ഇത്ര വലിയ വാക്പോരിലേക്ക് നയിച്ചത്. നീനയുടെ അഭിനയശേഷിയെയും സൗന്ദര്യത്തെയും പരിഹസിച്ച ലക്ഷ്മിപ്രിയ തന്റെ അമ്മയുടെ പെരുമാറ്റവും സൗന്ദര്യവും കണ്ടു പഠിക്കാൻ നീനയോട് പറയുന്നതും ഓഡിയോയിൽ കേൾക്കാം. എന്നാൽ ലക്ഷ്മിപ്രിയയുടെ ഈ പ്രതികരണം അതിരുവിട്ടതാണെന്നും സംഘടനയുടെ അന്തസ്സിന് ചേരാത്തതാണെന്നും ചൂണ്ടിക്കാട്ടി നീന കുറുപ്പും രംഗത്തെത്തിയിരുന്നു. ഇവർ തമ്മിലുള്ള പോര് തുടരവെ പലരും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിനിടെ ലക്ഷ്മിപ്രിയയും നടി അൻസിബ ഹസനും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ഇവർ തമ്മിലുള്ള പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയെന്ന് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ വെളിപ്പെടുത്തി. താരസംഘടനയായ അമ്മയിലെ തീയും പുകയും ഉടനെയൊന്നും എരിഞ്ഞടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം കൂടുതൽ ദുരൂഹമായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 2 ആഴ്ച മുൻപ് അമ്മ ഭാരവാഹിയായ നടി പോലീസ് സ്റ്റേഷനിൽ നിന്നും തലയൂരിയത് എങ്ങനെയെന്ന തലക്കെട്ടിൽ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. ആ എപ്പിസോഡ് കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കയ്ക്ക് ഈ വാർത്ത ആരാണ് തന്നതെന്ന് ചോദിച്ചിരുന്നു. തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരമാണെന്നും ഞാൻ പറഞ്ഞു. അൻസിബയുടെ മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയുടെ കുടുംബജീവിതത്തിലുണ്ടായ അടിയും പ്രശ്നങ്ങളുമായതിനാൽ പേര് പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഭവം വിശദീകരിച്ച് പേരുൾപ്പെടെ മറ്റ് പല ചാനലുകളിലും വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ അൻസിബയും ലക്ഷ്മിപ്രിയയും തകർത്താടി അവിടെ ഇളക്കി മറിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ വോയിസ് ക്ലിപ്പ് ഏറ്റവും ആദ്യം കിട്ടിയത് എനിക്കായിരുന്നു. ഞാൻ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുകയോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന് കാരണം ഞാനായിട്ട് പുറത്തുവിട്ട ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. എനിക്ക് ഈ വോയിസ് ക്ലിപ്പ് കിട്ടി 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുൻനിര ചാനലുകളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നത്. പോലീസ് സ്റ്റേഷനിൽ അൻസിബയും ലക്ഷ്മിപ്രിയയും ചേർന്ന് അവിടെ കിടന്ന് തകർത്താടി ഇളക്കിമറിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ലക്ഷ്മിപ്രിയയുടെ നീന കുറുപ്പിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടും അധിക്ഷേപിച്ചും പുറത്തുവന്ന വോയിസ് ക്ലിപ്പ് അതൊരു കടന്നു കൈയായി പോയി എന്ന് പറയാതെ നിർവാഹമില്ല. അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നത് കൊണ്ട് കാണിക്കേണ്ട മര്യാദയും മാന്യതയും ഒക്കെ ലക്ഷ്മിപ്രിയ മറന്നു കളയുകയാണ് ഉണ്ടായത്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറോട് പറയുന്നത്, നീന കുറുപ്പെ, നീ ഗതി കിട്ടാതെ നരകിച്ചേ ചാവുകയുള്ളൂ എന്ന് ഞാൻ എഴുതി വെച്ച് തരാം. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും എന്ത് കോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പുല്ലുമില്ല. പിന്നീട് പറയുന്നു, നിങ്ങളൊരു പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീയാണോ? സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ. വിഷമാണ് നിങ്ങൾ. ഇങ്ങനെ തുടങ്ങി പുലഭ്യ വർഷം കൊണ്ട് അഭിഷേകം നടത്തി നീന കുറുപ്പിനെ വലിച്ചുകീറി ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് ഉണ്ടായത്. ലക്ഷ്മിപ്രിയയുടെ ഈ ഉറഞ്ഞു തുള്ളലിന് കാരണം അമ്മയുടെ കുടുംബസംഗമത്തിൽ സംഘടിപ്പിച്ച കലാപരിപാടിയിൽ നീന കുറുപ്പിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച എന്തോ ചെറിയ പിഴവായിരുന്നു. ലക്ഷ്മിപ്രിയ കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ നമുക്ക് ചിരി സമ്മാനിക്കുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നീന കുറുപ്പെ, നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം വാങ്ങിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം വാങ്ങിക്കേണ്ടത്. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചുകൊണ്ടാണ് സ്നേഹത്തെയും ബഹുമാനത്തെയും കുറിച്ച് വെച്ചു കാച്ചുന്നത്. ലക്ഷ്മിപ്രിയ കോപം കൊണ്ട് ജ്വലിക്കുന്നതിനിടയിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പഴയ കുടിപ്പകയുടെ കഥയുണ്ട്. നീന കുറുപ്പെ, സംഘടനയുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന് നീ പലരോട് പറഞ്ഞതായി ഞാൻ അറിഞ്ഞുവെന്നാണ്. മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്നത് പോലെ ഇത്രയധികം അധിക്ഷേപങ്ങൾക്ക് പാത്രമായിട്ടും നീന കുറുപ്പ് പൊതുമധ്യത്തിൽ വന്ന് വിഴുപ്പലക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അതവിടെ അവരുടെ വ്യക്തിപ്രഭാവത്തെ ഉയർത്തി കാട്ടുകയാണ് ഉണ്ടായത്. നീന കുറുപ്പിനെ ലക്ഷ്മിപ്രിയ അയച്ച വോയിസ് മെസ്സേജ് കടന്ന കൈയായി പോയി. എനിക്ക് ലക്ഷ്മിപ്രിയയുമായി അടുത്ത സൗഹൃദമുണ്ട്. പണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ആളാണ് ലക്ഷ്മിപ്രിയ എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. അതേസമയം ഈ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം കേട്ടാൽ താൻ രാജിവെച്ചു പോയേനെ എന്ന് ശാന്തിവിള പറയുന്നുണ്ട്. നീന കുറുപ്പിനെ വിളിക്കുന്ന തെറി കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ നീന കുറുപ്പിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒന്നുകിൽ രാജിവെച്ച് പോകുമില്ലെങ്കിൽ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ചവളെ ചവിട്ടിക്കൂട്ടുമായിരുന്നു. നീന കുറുപ്പിനെ മലയാളികൾക്കറിയാം. ശ്രീധരന്റെ 1-ാം തിരുമുറിവിൽ മമ്മൂട്ടിയുടെ നായികയായി തുടക്കം കുറിച്ച നടിയാണ്.
പിന്നെ നായികയായി തുടരാനായില്ലെങ്കിലും ക്യാരക്ടർ റോളിൽ അവർ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ നടിയായി. അവർ അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അവരെ ഉപദേശിക്കുകയാണ് മറ്റൊരു ഭരണസമിതി അംഗം. 500-ലധികം അംഗങ്ങളുള്ള അമ്മയെ നയിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത നടിയാണെന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഭരണം പിടിച്ചെടുക്കാനാവാതെ പോയ ചില ഉണ്ണാക്കന്മാരുടെ പിന്തുണ ഇവർക്കുണ്ടെന്ന് പറയുന്നു. 500-ലധികം അംഗങ്ങളുള്ള അമ്മയെ നയിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത നടിയാണെന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ വല്ല ന്യായവും പറഞ്ഞാൽ ഇവൾ നമ്മളുടെ ഗുണവധികാരം വിളിച്ചു കൂവുമോ എന്ന പേടിയും പലർക്കുമുണ്ട്. അതിനാൽ ആരും മിണ്ടുന്നില്ല. ഈ പോക്ക് പോയാൽ അമ്മ എന്ന സംഘടന തകരുമെന്നതിൽ ഒട്ടും സംശയം വേണ്ട. അമ്മയുടെ കൈനീട്ടം എന്ന 5000 രൂപയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേർ വിഷമത്തിലാകും. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഒക്കെ ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു സംഘടനയെ ഇവർക്ക് ഇട്ടുകൊടുത്ത് നശിപ്പിക്കുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം തോന്നുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വായില്ലാ കുന്നിലപ്പന്മാരെ പോലെ ഇരിക്കാനും പാടില്ലായിരുന്നു. കൊടും കൈയായി പോയി എന്നാണ് ശാന്തിവിള ദിനേശും പറഞ്ഞത്. താൻ നേതൃത്വം നൽകുന്ന സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കാതിരുന്ന കുട്ടിയെ നീനാകുറുപ്പ് തടഞ്ഞതാണ് ലക്ഷ്മി പ്രകോപിതയാകാൻ കാരണമായത്. രൂക്ഷമായാണ് ലക്ഷ്മി പ്രിയ നീനാകുറുപ്പിനെതിരെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് പരാതി പറഞ്ഞാലും എന്ത് കോപ്പ് ചെയ്താലും എനിക്ക് ഒരു പുല്ലുമില്ല എന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞാണ് നിങ്ങളുടെ ഫാഷൻ ഷോ? എനിക്കറിയാലോ, നിങ്ങൾ ഇതിനകത്തുള്ള കോർഡിനേറ്റർ തന്നെയല്ലേ. ഏത് പ്രോഗ്രാം കഴിഞ്ഞ് ഏത് എങ്ങനെയെന്ന് എനിക്കറിയാം. കോസ്റ്റ്യൂം ഇട്ട് തിന്ന കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായി സ്റ്റേജിൽ കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത് വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കാണിച്ചത്? പൂവും കായും മായും ഒക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങൾ ഒരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ, വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ ഏറ്റവും വിഷം നിറഞ്ഞ സ്ത്രീ. ഈ പാവം കൊച്ചു പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങി നിന്നിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് അസൂയാണ്. ആ കൊച്ചിനെ എന്നെ വിവരം അറിയിക്കാനുള്ള സമയം പോലും നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ എന്താ മാനത്ത് നിന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെയാണോ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു ലക്ഷ്മി പ്രിയ പറഞ്ഞത്. ലക്ഷ്മി പ്രിയയ്ക്ക് നീനാകുറുപ്പ് നൽകിയ മറുപടിയും ഇങ്ങനെയായിരുന്നു. ലക്ഷ്മി, ഇപ്പോൾ എനിക്കിത് പറയാതെ വയ്യ. നിങ്ങളിപ്പോൾ സംസാരിച്ചത് വളരെ വളരെ മോശമായ രീതിയിലാണ്. ഇതിന്റെ പേരിൽ നടപടി എടുക്കുമോ എന്നതല്ല ഇവിടത്തെ പ്രധാന പ്രശ്നം. ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ എന്ന സംഘടനയുടെ അന്തസ്സിന് ചേരാത്തതാണ്. മറുഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു പരാതിയായി എഴുതി നൽകുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ പരാതി ഈ ഗ്രൂപ്പിൽ ഇത്തരത്തിലല്ല അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ നിന്റെ ഈ സംസാരത്തിലൂടെ മറ്റു 16 പേരെ കൂടി നീ മോശക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അമ്മയിലെ ഒരംഗം പോലും ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല. എന്തെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നേരിട്ട് പറയാം. പക്ഷെ ഒരു അമ്മ മെമ്പർ പെരുമാറേണ്ട രീതി ഇതല്ല. ഒരു പ്രോഗ്രാമിനിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഇത് എന്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് സ്വന്തം വികാരങ്ങളും ദേഷ്യവും എതിർപ്പും ഒക്കെ ഉണ്ടാകാം. അതിനെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു എന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ആരാണെങ്കിലും ശരി, ഇതുപോലെയുള്ള പ്രതികരണങ്ങളും സംസാര രീതിയും അത് സംസാരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തെയാണ് പുറത്ത് കാണിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കരുത്, ഇതല്ല അമ്മ എന്നായിരുന്നു നീനാകുറുപ്പ് മറുപടി നൽകിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.